ഞാൻ അച്ഛനായിട്ട് 2ാമത്തെ വർഷം ഞങ്ങളുടെ അതിരൂപത ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അന്ന് ഡയറക്ടറായിരുന്നത് മോൺസിഞ്ഞർ ജോർജ് പോളാണ്. അച്ഛൻ ഞങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വൈദികനാണ്. 7 വർഷക്കാലം സെമിനാരിയുടെ റക്ടറായിരുന്ന അച്ഛനാണ്. അന്ന് ഞങ്ങൾക്കൊരു റീജൻ്റ് ഉണ്ടായിരുന്നു. വളരെ കഴിവുള്ള, വളരെ അറിവുള്ള നല്ലൊരു ബ്രദറാണ്. ആ ബ്രദറിന് ചില സമയങ്ങളിൽ കുസൃതികളൊക്കെ ചെയ്യും. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. പക്ഷെ അച്ഛൻ കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യത്യാസമായ രീതി എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ അച്ഛന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നോട് പറയും. അപ്പോൾ ഞാൻ പറയുമ്പോൾ ബ്രദർ കറക്റ്റ് ചെയ്യും. അവസാനം ബ്രദറിൻ്റെ റിപ്പോർട്ട് എഴുതേണ്ട സമയമായി. അപ്പോൾ എനിക്ക് വളരെ ക്യൂരിയസ് ആയിരുന്നു, അച്ഛൻ എന്തായിരിക്കും എഴുതുന്നത്. കാര്യം ഒരു സീനിയർ അച്ഛനാണ്, മോൺസിഞ്ഞോറാണ്. ഒത്തിരി ബ്രദേഴ്സിനെ കൈകാര്യം ചെയ്ത് ഒത്തിരി ബ്രദേഴ്സിനെ പഠിപ്പിച്ച് വൈദികരാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഈ ബ്രദറിനെ കുറിച്ചുള്ള ഇവാലുവേഷൻ അറിയാൻ ക്യൂരിയസ് ആയിരുന്നു. അവസാനം റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിലാണ് തന്നത്. എഴുതിയിട്ട് പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ആഡ് ചെയ്യാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ബ്രദറിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് അച്ഛൻ ഈ ബ്രദറിൽ കണ്ട നന്മകളും ഇനി ഈ ബ്രദർ എങ്ങനെ എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞ് വളരെ വിശാലമായിട്ട് റിപ്പോർട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ഇത്രയും നന്നായിട്ട് ഈ ബ്രദറിനെ കുറിച്ച് എഴുതിയത്? ഒരു കറക്ഷനും എഴുതാൻ തോന്നിയില്ലേ? അപ്പോൾ അച്ഛനോട് പറഞ്ഞ മറുപടി ഇന്നും എനിക്ക് സ്ട്രൈക്കിംഗ് ആണ്. ആ ബ്രദറിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ബ്രദറിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ഈ 1 വർഷം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇത് പേപ്പറിൽ എഴുതി ആ ബ്രദറിനെ വീണ്ടും വേദനിപ്പിക്കണോ? ഇപ്പോൾ ആ ബ്രദർ എത്ര മനോഹരമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു പേപ്പറിൽ എഴുതി നമ്മളെല്ലാവരും വിലയിരുത്തുകയും പരസ്പരം പറഞ്ഞ് നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നിടത്ത് ഇന്നത്തെ ഗോസ്പൽ നമുക്കൊരു വെളിച്ചമാണ്. മനുഷ്യരെല്ലാവരും ഇനി എങ്ങനെ മനുഷ്യരെ നേടിയെടുക്കണം എന്നുള്ള ഗോസ്പലാണ് ഇന്നത്തെ പാസേജ്. ട്രസ്റ്റ് ദ പ്രോസസ്സ്, അതാണ് യേശു എന്ന് പറയുന്നത്. ഒരാളെ നിങ്ങൾക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ യു ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറയാനുണ്ടാകും, എങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് പറ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ വെച്ച് നിങ്ങൾ കാര്യങ്ങൾ പറ. ഇങ്ങനെ ചില പ്രോസസ്സിലൂടെ നിങ്ങൾ അയാളെ നേടിയെടുക്കുക. എല്ലാം കഴിഞ്ഞ് അവസാന റിസൾട്ട് എത്തുമ്പോൾ അയാൾ ഇതിന് മുമ്പിരുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഒരാളെ മാറിയിട്ടുണ്ടെങ്കിൽ ആ അവാർഡ് നിങ്ങൾ കിട്ടേണ്ടതാണ്. കാരണം നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോഴാണ് അവർ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യരായത്, കുറച്ചും കൂടി നന്മ സൂക്ഷിക്കുന്ന മനുഷ്യരായത്, അവരുടെ തെറ്റുകൾക്ക് അവർക്ക് വെളിച്ചം കിട്ടിയത്. മനുഷ്യരെല്ലാവരും കുറവുള്ളവരാണല്ലോ. പക്ഷേ കൂടെയുള്ള മനുഷ്യരെ കുറവുകളോട് സ്നേഹിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? അവരുടെ ബലഹീനതകളോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അവരെ കുറച്ചും കൂടി നല്ല മനുഷ്യരാക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിങ്ങളും കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.